ഇതുപോലെ അങ്ങോട്ട് ഇൻബോക്സിൽ വന്നിട്ട് അങ്ങോട്ട് നെട്ടിച്ച എല്ലാവരും നെട്ടുന്നതാണ്. ഇവളങ്ങോട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത പോലീസുകാർ അതിനായിട്ട് ഇരിക്കുകയാണ്. മണ്ണാർക്കാട് സ്റ്റേഷൻ എനിക്ക് അറിയാത്ത സ്റ്റേഷനാണല്ലോ അല്ലെ. ഞാനൊക്കെ കളിച്ചു വളർന്നത് ആ സ്റ്റേഷന്റെ പുറകിലെ ഫുട്ബോൾ ഗ്രൗണ്ടിലാ. ഞങ്ങളൊക്കെ ഡെയിലി കളിച്ചിരുന്ന സ്ഥലം. അതുകൊണ്ട് മണ്ണാർക്കാട് സ്റ്റേഷൻ എന്താണെന്ന് ഇന്നെ പരിചയപ്പെടുത്തണ്ട. അവിടെയുള്ള പോലീസുകാരെന്താണെന്നുള്ളത് ഇന്നെ പരിചയപ്പെടുത്തണ്ട കേട്ടോ. അതിനൊക്കെ വേറെ ആളെ നോക്ക്. എനക്ക് എന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ പോയി കംപ്ലൈന്റ് കൊടുത്തോ, 100% ഞാൻ അതിനോട് യോജിക്കുള്ളൂ. പിന്നെ ഞാൻ ചെയ്തത് തെറ്റെന്താണെന്ന് ചോദിച്ചാൽ നിനക്ക് എതിരെയുള്ള ഒരു വീഡിയോ ഞാൻ സംസാരിച്ചു. അത് എന്തിനെ കുറിച്ചിട്ടാണ്? നീ നിന്റെ ഉമ്മയെ പച്ച തെറി വിളിക്കണതിനെ കുറിച്ചിട്ട് അല്ലെ. നീ ആരെ മോളെ പേടിപ്പിക്കണേ? എന്നെയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു. അതൊന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. പിന്നെ നീ എന്താണെന്നുള്ളത് നിന്നെ അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം, മനസ്സിലായോ? നീ കണ്ടന്റിന് വേണ്ടിയിട്ട് നിന്റെ ഉമ്മാന്റെ അടിവസ്ത്രം പോലും ഇല്ലാത്ത വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തോളാം. രണ്ടാമത് നിന്റെ കൂടപ്പറപ്പിങ്ങളെ പച്ച തെറി വിളിച്ചിട്ടും ഉമ്മാനെ തെറി വിളിച്ചിട്ടും നീ വീഡിയോ ചെയ്തോളാം. ഞാൻ ഇന്ന് പറയുന്നത് സാജി ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഷെരീഫിന്റെ മറുപടി വന്നിരിക്കുന്നു. ആ മറുപടി ഒരു ബ്ലോഗായിട്ട് തന്നെ ഷെരീഫ് ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അതിശക്തമായ രീതിയിൽ തന്നെയാണ് ആ ഷെരീഫ് ഈ സാജിദക്കെതിരെ മറുപടി കൊടുക്കുന്നത്. കാരണം ഈ സ്ത്രീ വിചാരിക്കുന്നത് പോലെ ആ സ്ത്രീ പറയുന്ന തറ നിലവാരത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഷെരീഫ് ആ സ്ത്രീയോട് പറയുന്നത്. നേരത്തെ ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. സഫീന ബീവി എന്നു പേരായ ഒരു വ്ളോഗർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഈ സ്ത്രീ വ്ളോഗ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇസ്മി കൈസി എന്നു പേരായിട്ടുള്ള ഒരു വ്ളോഗർ, അതോടൊപ്പം തന്നെ അതുൽ വ്ളോഗ്, അങ്ങനെ പലരുമുണ്ട്. അപ്പോൾ ആ ഇസ്മി കേസിൻ്റെ വ്ളോഗൊക്കെ ശ്രദ്ധയോടെ കാണുന്ന ഒരാളാണ് ഞാൻ. അതിലൊന്നും തന്നെ ഒരിക്കലും മാന്യത വിട്ടുകൊണ്ട് ഇത്ര വളരെ മോശമായ രീതിയിൽ കൈസിനെതിരെ പ്രതികരിക്കുമ്പോൾ പോലും നോക്കണം, നമ്മുടെ ചോര തിളക്കുന്ന വാക്കുകളാണ് ഈ സ്ത്രീ പറയുന്നത്. ഒരു പുരുഷനോടൊക്കെ ചോര തിളപ്പിക്കുന്ന വാക്ക് പറയുമ്പോൾ എന്താകും അവസ്ഥ? എന്നിട്ട് പോലും ഈ പറയുന്ന കേസ് അതിന് പ്രതികരിക്കുന്നത് വളരെ മാന്യമായ രീതിയിലാണ്. നിങ്ങളൊക്കെ ആ വ്ളോഗ് കണ്ടിട്ടുണ്ടാകും. അഥവാ ഇവളുടെ ഈ പറയുന്ന മാലിന്യങ്ങളും കച്ചറകളും പുറത്തേക്കിടുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും പ്രതികരിക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇവളിത് നിർത്തിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ മോശമായിട്ടുള്ള ഈ പരിപാടി എത്ര പോരം ഫാമിലി വ്ളോഗേഴ്സുണ്ട്, സ്ത്രീ വ്ളോഗർമാരുണ്ട്, മറ്റുള്ള പുരുഷ വ്ളോഗർമാരുണ്ട്. അവരാരും തന്നെ അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് അവർ വ്ളോഗ് ചെയ്യുന്നത്. അവരാരെയും പ്രകോപിപ്പിക്കുന്നില്ല, അവരാരെയും വെറുപ്പിക്കുന്നും വേദനിപ്പിക്കുന്നുമില്ല. അവരുടെ ശൈലിയനുസരിച്ച് റിയാക്ട് ചെയ്യും. അത് വേദനിപ്പിക്കുകയല്ല. അത് സ്വാഭാവികമായിട്ടുമുള്ള ഒരു അവകാശമാണ്. ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ അതിലുള്ള പോരായ്മകളെ എടുത്തു കാണിക്കുക, ഒരു ഗുരുവിനെ പോലെ എന്ന നിലക്ക് റിയാക്ട് ചെയ്യുക എന്നൊരു സംഭവമുണ്ട്. അത് റിയാക്റ്റിംഗ് വ്ളോഗുകാർ ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് വേണം. സോഷ്യൽ മീഡിയയിൽ വ്ളോഗ് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഒരു കമൻ്റ് ഇടുമ്പോൾ ഞാനങ്ങോട്ട് മനസ്സ് പതറിയാൽ ആ കമൻറ്റിന് ചിലതിന് മറുപടി കൊടുക്കണം. തീരെ പറ്റാത്ത കമൻ്റ് ആണെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യണം. അതല്ലാതെ ആ കമൻറ്റിനൊക്കെ വളരെ മോശമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ കേവലം ഒരു കമൻറ്റിന് മാത്രം ലൈവായിട്ട് ഈ പെൺകുട്ടി ഓരോ വ്ളോഗുകൾ ചെയ്യാറുണ്ട്. അതിനിഷ്ടം പോലെ പ്രേക്ഷകരുണ്ട്. അപ്പോൾ ആ ലൈവിൽ പോലും എന്തെങ്കിലും ഒരു ന്യായമായ രീതിയിൽ ഉമ്മയോട് നീ ചെയ്തത് ശരിയാണോ സാജിദ, അതല്ലെങ്കിൽ നിൻ്റെ അയൽവാസികളോട് നീ ചെയ്തത് ശരിയാണോ സാജിദ, നിൻ്റെ അനുജത്തിമാരോട് നീ ചെയ്തത് ശരിയാണോ സാജിദ, നീ ഇങ്ങനെ നീ ഈ മക്കളെയും കൂടെ രംഗത്തിറക്കിയിട്ട് അയൽവാസിയെ ചീത്ത പറയിപ്പിക്കുന്നത് ശരിയാണോ സാജിദ, ആ മക്കളെ നന്നാക്കി വളർത്തൂ സാജിദ. ഇത്തരത്തിലുള്ള കമൻറ്റുകൾ മാത്രമാണ്. കമൻറ്റുകൾ ആർക്കും ഒരു ഗുരുവാണ്. എന്നിട്ട് ആ കമൻറ്റിനൊക്കെ അവൾ പറയുന്ന വാക്കുകളോ അങ്ങേയറ്റം വൾഗർ രീതിയിലാണ് ഈ പറയുന്ന കമൻറ്റ് ചെയ്യുന്ന ആളുകളോട്. അവളുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്, അല്ലാതെ കമൻറ്റ് ചെയ്യില്ലല്ലോ. അവളെ സ്വീകരിച്ചുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന നിലക്ക് തന്നെയാണ് പ്രേക്ഷകർ അവളെ സ്വീകരിച്ചത്, അവളെ നെഞ്ചകത്തേക്ക് കടത്തിക്കൂട്ടിയത്. ഇപ്പോൾ തന്നെ നല്ല കോള് കിട്ടുന്നുണ്ട് അവളിരുന്ന്. കാരണം ആ സബ്സ്ക്രൈബേഴ്സിനെ പോലും അങ്ങേയറ്റം അപമാനിക്കുമാർ ഒരു സമുദായത്തെ മുഴുവനും മുൻനിലയിൽ നിർത്തിയിട്ടാണ് ഇപ്പോൾ ഇവള് ഓരോ അശ്ലീല വാക്കുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്ക്, അപ്പോൾ ഒന്നിനാത്തനം പോകുന്ന ഒരാണായ ഈ ഷെരീഫ് വ്ളോഗർക്കെതിരെ എന്താ അപ്പോൾ അവൾ പറയുന്ന ഭീഷണി? ആ ഭീഷണിക്ക് തികച്ചും വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഷെരീഫ് ആ ഗൾഫിലിരുന്നു കൊണ്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി ഇതിനെ തുടക്കത്തിലും ഞാൻ നിങ്ങൾക്ക് ചെയ്തിരുന്നു. ഇനി അത് ഒന്നുകൂടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. എന്താ പറഞ്ഞത് നിങ്ങളറിയില്ല. വളരെ വളരെ വസ്തുനിഷ്ഠമായി കാര്യബോധത്തോടെ വളരെ മാന്യമായിട്ടാണ് ഈ പറയുന്ന അശ്ലീലമായിട്ടുള്ള രീതിയിലുള്ള വാണിങ്ങിന് പോലും മുന്നറിയിപ്പിന് പോലും തൻ്റെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തി
നോക്കണം, തന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ വാക്കുകൾക്ക് ഈ പറയുന്ന ഷെരീഫ് കൊടുക്കുന്ന മറുപടി വളരെ ശാന്തനായിട്ട് വളരെ മാന്യമായ രീതിയിലുള്ള മറുപടികളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അതാണ് സാധാരണ അദ്ദേഹം മാത്രമല്ല എല്ലാവരും ഈ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്നവർ തന്നെയാണല്ലോ. ഒട്ടനേകം ഈ സോഷ്യൽ മീഡിയയിലും റിയാക്ഷൻ വ്ളോഗർമാരാണ് ധാരാളമുള്ളത്. നമുക്ക് നോക്കിയാൽ മുഴുവൻ കാണാൻ കഴിയും. ഈ ഫാമിലി വ്ളോഗർമാരും അതോടൊപ്പം തന്നെ മറ്റ് വ്ളോഗർമാരും തോന്നിയ മാതിരിയൊക്കെ വ്ളോഗ് ചെയ്യുമ്പോൾ അതിലുള്ള ചില കണ്ടന്റുകൾ എടുത്ത് സ്വാഭാവികമായിട്ടും റിയാക്ട് ചെയ്യേണ്ടതാണെങ്കിൽ റിയാക്ട് ചെയ്യും. ഇനി റിയാക്ട് ചെയ്യേണ്ടതല്ലെങ്കിലോ അതും റിയാക്ട് ചെയ്തെന്ന് വരും. അത് ചിലപ്പോൾ പോസിറ്റീവായിട്ടാവും ചിലത് റിയാക്ട് ചെയ്യുക, അതോടൊപ്പം ചിലത് നെഗറ്റീവായിട്ട് ആവും. അതൊരു ഗുരുവാണ്. സ്വാഭാവികമായിട്ടും ഈ റിയാക്ഷൻ വ്ളോഗർമാർ ഒരു ഗുരുവാണ്. ഈ പറയുന്ന കമൻറ്റ് പോലെ തന്നെ തനിക്ക് തൻ്റേതായിട്ടുള്ള ഭാവി വ്ളോഗുകളെ എന്തുമാത്രം ക്ലിയർ ചെയ്യപ്പെടാം, തൻ്റെ മറ്റു വ്ളോഗുകൾ അഥവാ വീഡിയോകൾക്ക് എന്തെല്ലാം മാറ്റം വരുത്താം എന്നൊക്കെയുള്ള ഉപദേശ നിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ കമൻറ്റിലൂടെ ഓരോ കമൻറ്റ് ചെയ്യുന്ന ആളുകളും ഉദ്ദേശിക്കുന്നത്, പറയുന്നത്. ഇനി അയാൾ വേറെ എന്തെങ്കിലും പ്രകോപിപ്പിക്കുന്നത് പറഞ്ഞാൽ പോലും നമ്മെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ എന്ന നിലക്ക്, അതാണ് ഒരു കസ്റ്റമർ ഒരു കടയിൽ കടന്നു വന്നാൽ ആ കടയുടമ വളരെ അച്ചടക്കം പാലിക്കും. അയാൾ വയലൻ്റ് ആവാൻ പാടില്ല, അയാൾ പ്രകോപിതനാവാൻ പാടില്ല. കസ്റ്റമർ ചിലപ്പോൾ പ്രകോപിതനാകും എന്നതുപോലെയാണ് ഈ സ്ത്രീ. ഒരിക്കലും എന്ത് തന്നെ കമൻ്റ് ഇടട്ടെ അതിനൊക്കെ ലൈവിൽ വന്ന് വൃത്തികേടുകളും തമ്മാടിത്തരങ്ങളും വിളിച്ച് പറയുകയാണോ ചെയ്യേണ്ടത്? മറുപടി ഒന്നുകിൽ മാന്യമായ മറുപടി കൊടുക്കുക. ഇനി അതല്ല മാന്യമായ മറുപടി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ കമൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുക. അതല്ല ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ തൻ്റെ വീഡിയോകൾക്ക് വേണ്ട തിരുത്തുകൾ, അങ്ങനെ ഒരു മാന്യമായ രീതിയിൽ തന്നെയാണ് ഈ സാജിദ വ്ളോഗുകൾ ചെയ്ത് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.